ഹായ്. ജൂൺ 10th സെക്കൻഡ് സെഷൻ 11:45 അടുത്തായി ടൈം. പതിനഞ്ച് മിനിറ്റുള്ള സെഷനായിരിക്കും. 15 മിനിറ്റുള്ള 5 സെഷനാണ് ഒരു ദിവസം ഞാൻ ചെയ്യാറ് നോർമലി. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു സെല്ലടിക്കാം. ഒരു സെല്ലടിച്ചു. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ. അത് ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോൾ ഹോപ്പ്ഫുള്ളി താഴേക്ക് അതിപ്പോൾ വരാനുള്ള ചാൻസ് കുറവാണ്. എന്നുവെച്ചാൽ അത് മേ ബി ഇങ്ങോട്ട് പോവും, ഇവിടേക്ക് പോവും. നമുക്ക് പെയർ ചേഞ്ച് ചെയ്ത് അടുത്ത് നോക്കാം. ഇതിലിനി ചെയ്യണ്ട, നമ്മളുടെ ജഡ്ജ്മെൻറ്റ് വരട്ടല്ല. ഇവിടെ സെയിം സിനാറിയോ അല്ലേ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ സെല് ചെയ്യാം. ഓക്കെ. അപ്പോൾ നേരത്തെ എടുത്ത പേരിൽ ഇങ്ങനെ ഇതുപോലെ വിൽക്കുന്നുണ്ട്, അവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അവിടേക്ക് വന്നപ്പോൾ സെല് ചെയ്തപ്പോൾ കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ കിട്ടാതിരിക്കാനോ അങ്ങനെ ഉറപ്പൊന്നുമില്ല. എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി അല്ലേ, ഇവിടെ ചിലപ്പോൾ ശരിയാവാം. ഓക്കെ. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് ചെറുത്. ആക്ച്വലി ഈ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, ഈ ഭാഗത്ത് ട്രേഡ് ചെയ്യാതിരിക്കണം നല്ലത്. ഏറ്റവും ടോപ്പ് ആൻഡ് ബോട്ടം റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടിൽ ട്രേഡ് ചെയ്യാനായിരിക്കും പ്രോബബിലിറ്റി കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്നത്. ഞാൻ റിസ്ക് എടുത്താണ്, മൾട്ടിപ്പിൾ ട്രേഡാണ്. ഇതിപ്പോൾ ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ റിവെഞ്ച് ആക്റ്റീവ് ആവും. അത് പെയർ ചേഞ്ച് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ചേസിങ് മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം. ഇവിടെ ഞാൻ എടുക്കാൻ കാരണം ഈ ഡോജി കേട്ടോ, ഡോജിയോളാണ് എടുത്തത്. അതിലോട്ട് പോയി റിവെഞ്ച് മെൻറ്റാലിറ്റി ഉണ്ട്. വീണ്ടും ട്രേഡ് എടുത്തു. തേർഡ് ടൈമാണ് ഈ പെയറിലെടുക്കുന്നത്. ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെയാണ് ചേസിങ്. ഈ പെയറിൽ ആദ്യം ഒരു ട്രേഡ് എടുത്തു, ലോസായി. കുറച്ച് നേരം വേറെ പെയർ നോക്കി തിരിച്ചു വന്ന ശേഷം വീണ്ടും മൾട്ടിപ്പിൾ ട്രേഡ് എടുത്തു. ലാസ്റ്റ് സെക്കൻഡിലത് ലോസായി, റിവെഞ്ച് ആക്റ്റീവായി. പക്ഷേ വീണ്ടും മൾട്ടിപ്പിൾ ട്രേഡ് തന്നെ എടുത്തു. മാർട്ടിങ്കലാണ്. ക്യാപിറ്റൽ ഫുള്ള് യൂസ് ചെയ്തില്ല, ഓൺലി 4 ട്രേഡ്സ്. ഇപ്പോൾ നിനക്കിത് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഈ പെയർ. ഓക്കെ. ഇത് ലോസ് വന്നാൽ ഈ പെയർ ചേഞ്ച് ചെയ്യുക, അടുത്ത പെയറിലോട്ട് പോവുക, ലോസ് ആക്സെപ്റ്റ് ചെയ്യുക. പ്രോഫിറ്റായി. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി സെഷനിൽ ഒരു 10 മിനിറ്റും കൂടി ഉണ്ട്.
ഇവിടെ സെയിം സിനാറിയോ തന്നെ കേട്ടോ. അത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയി. പിന്നെ ഇവിടെ റെസിസ്റ്റൻസ് സിംഗിൾ ട്രേഡ് എടുത്തു. 2 മിനിറ്റിൻ്റെ ഒരു നോട്ട് എടുത്തു. വീണ്ടും എടുത്തു. 3 എടുത്തേ. 4 അത് എടുത്ത രീതിയാണ് അടിപൊളി. 1 മിനിറ്റിൻ്റെ 2 ട്രേഡോ, 2 മിനിറ്റിൻ്റെ 1 ട്രേഡ്, 3 മിനിറ്റിൻ്റെ 1 ട്രേഡ്. ലെറ്റ്സ് സീ. ഇതിൽ നമുക്ക് ആക്ച്വലി 1 മിനിറ്റിൻ്റെയാണ് ആദ്യം പ്രോഫിറ്റ് ആവേണ്ടത്. അത് പ്രോഫിറ്റ് ആയാലാണ് ഒരു ഹോപ്പുള്ളൂ. 1 മിനിറ്റ് ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി 2 ട്രേഡുകൾ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ ആ ലോസ് റിക്കവർ ചെയ്യാവുന്നുള്ളൂ. പക്ഷേ 1 മിനിറ്റ് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 2 ട്രേഡ് സമയമെടുത്ത് ഒന്ന് നമ്മൾ വിന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സെഷൻ അത്യാവശ്യം ഒരു $5 ചിലപ്പോൾ പ്രോഫിറ്റിലോട്ട് വരും. ഓക്കെ, ഗുഡ് എൻട്രി ആയിരുന്നല്ലേ? എന്ത് തോന്നുന്നു? ഇങ്ങനെ കുറച്ച് നേരം കൂടിയും ഒരു 2 മിനിറ്റ് കൂടി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെൻഡിങ് ഉള്ള 2 ട്രേഡും കൂടി പ്രോഫിറ്റ് ആവും. ലക്ക് ജസ്റ്റ് ആട്ടോ ലാസ്റ്റ് സെക്കൻഡിലാണ് ചെറിയൊരു ലക്ക് ഫാക്ടർ ഉണ്ടാവുക. ഇത് കണ്ടോ? ഇത് നമ്മളൊന്നും ചെയ്യുന്നില്ല ഇവിടെ. ഇത് 2 മിനിറ്റ് ഉണ്ട്, അപ്പോൾ താഴേക്ക് വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ വരട്ടെ. നമ്മൾ ഓൾറെഡി ഇതിൽ പ്രോഫിറ്റായി പെയറിൽ. അപ്പോൾ നമുക്ക് പെയർ ചേഞ്ച് ചെയ്യാം. ഇനി ഇവിടെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബാക്ക് ടു ഇൻക്രീസ് വരും. ആക്ച്വലി ഇപ്പോഴത്തെ കറണ്ട് ട്രേഡ് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ $30 എത്തും. അത് നല്ലൊരു സിനറിയോ ആണ്. ഓക്കെ, നമുക്കിത് ചേഞ്ച് ചെയ്യാം. താഴേക്ക് വരാനൊരു ചെറിയൊരു ചാൻസും ഉണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഓൾസോ കുറേ നേരമായിട്ട് മേളിലോട്ടാണ് ട്രെൻഡ് ലൈൻ വരച്ച് കാണിച്ചത്. ഇതുണ്ട്. ഇങ്ങനെയാണല്ലോ. അറ്റപ്പറ്റ കേട്ടോ. ജസ്റ്റ് ഓട്ടോ പ്രോഫിറ്റ് ആയിരുന്നാലും നമുക്ക് പ്രോഫിറ്റ് വന്നേ. വെരി ഗുഡ്. ഇവിടെ റെസിസ്റ്റൻസ്, പിന്നെ അത് കൂടാതെ ഈ ഭാഗത്തൊരു റെസിസ്റ്റൻസ്. അപ്പോൾ കറണ്ട് റെസിസ്റ്റൻസ് ഓക്കെ ബ്രേക്ക് ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട് സെഷനിൽ. ആക്ച്വലി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് ഇവിടെ എൻട്രി ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസിൽ. പക്ഷേ കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു ബെറ്റർ എൻട്രി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം വീണ്ടും മുകളിലോട്ട് പോകുക എന്നല്ലേ. അതായത് ഈ ക്യാൻഡിൽസ് വീണ്ടും മുകളിലോട്ട് പോകുന്നു. അപ്പോൾ മുകളിലോട്ട് പോയാൽ തീർച്ചയായിട്ടും താഴേക്ക് കാണും. ഗ്രാഫ് അങ്ങനെ മൂവ് ചെയ്യുള്ളൂ, ഒരിക്കലും വൺ സൈഡ് മൂവ് ആവില്ല.
അപ്പോൾ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം അതാണ്. കൂടുതൽ ഗ്രാഫ് മുകളിലോട്ട് പോയാൽ റിട്ടേൺ വരാനുള്ള ചാൻസസ് പ്രോബബിലിറ്റി അവിടെ ഹൈ ആണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുക. പിന്നെ ഞാൻ നോക്കുന്നത് ഇവിടെ കണ്ടോ, ഇത് മൂവിങ് ആവറേജ് ലൈൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് 50 ആണ് മൂവിങ് ആവറേജിൻ്റെ സെറ്റിങ്സ്. അതെ, കാണിച്ചുതരാം. പീരീഡ് 50 ആണ് സമയം. ഓക്കെ, അപ്പോൾ ഈ മൂവിങ് ആവറേജ് ലൈനിൽ നിന്ന് എത്രത്തോളം നമ്മുടെ ക്യാൻഡിൽസ് അകന്നു പോകുന്നു അത്രയും തിരിച്ച് മൂവിങ് ആവറേജിലേക്ക് വരാനുള്ള ചാൻസ് കൊടുക്കാൻ കണ്ടത്. ഇവിടെ കണ്ട മൂവിങ് ആവറേജ് ലൈനിൽ നിന്ന് ഒരുപാട് ദൂരെ, പക്ഷെ അത് തിരിച്ച് വന്നു. അപ്പോൾ അങ്ങനൊരു കാര്യം കൂടി ഞാൻ ഈ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലൈനിന് കൂടാതെ നോക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി സെല്ലും എടുക്കുക എന്ന് പറഞ്ഞതിനൊരു കാരണം ഈ റെസിസ്റ്റൻസ് ലൈൻ അവിടെ ഉണ്ടോരുന്ന റെസിസ്റ്റൻസിലാണ്, പിന്നെ അതുപോലെ മൂവിങ് ആവറേജ് ചെയ്യുന്ന അതിലാണ്. പക്ഷേ കൂടുതൽ ഗ്രാഫ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഹയർ ചാൻസ്, അതുകൊണ്ട് നമ്മൾ അവിടെ എടുക്കാതിരുന്നത്രേ ഉള്ളൂ. പിന്നെ ഓൾറെഡി പ്രോഫിറ്റിലാണല്ലോ, അപ്പോൾ ഒരു ഹാഫ് ചാൻസ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ റെസിസ്റ്റൻസ് അവിടേക്ക് വീണ്ടും വന്ന് ആണെങ്കിൽ സെല് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്ത സംഭവമല്ലേ, നേരത്തെ സപ്പോർട്ട് എടുക്കാം, ലൈൻ എടുക്കാം, ഇവിടെ റെസിസ്റ്റൻസ്. ഇവിടെ ആക്ച്വലി ട്രെൻഡ് ലൈൻ എങ്ങനെയാണ്, ഇത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ സപ്പോർട്ട് പിടിച്ചു, സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ADCNY യൂറോ USD ഇതിൽ ഏതായിരിക്കും ബെറ്റർ? അത് പക്ഷേ കുറേ നേരമായിട്ട് ഇങ്ങനെ ഇവിടെ തന്നെയാണല്ലോ. സെല് ചെയ്തു. വേറെ ഒന്നുമില്ല സെല്ലെടുക്കാൻ കാരണം ഇതിന് മുന്നത്തെ 2 ക്യാൻഡിൽസിൽ വിക്കുണ്ട്, അപ്പോൾ അവിടെ സെല്ലേഴ്സ് ഉണ്ടെന്ന് അർത്ഥം. പിന്നെ അതുപോലെ അതിന് തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ ഒരു സെല്ലും കൂടെ എടുത്തു. അതിന് തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ റെഡാണ്, അതിന് മുന്നത്തെ ഒരു വിക്കുള്ള ഇൻവേർട്ടർ ഹാമറാണ്. അപ്പോൾ അതുകൊണ്ടാണ് സെല്ലെടുത്തത്. നമ്മൾ 2 എൻട്രി എടുത്തു. ടൈം കൂട്ടിയെടുക്കാറുണ്ടല്ലേ, അതൊരു നല്ല ഓപ്ഷനായിരുന്നു. ഞാനത് ഓർത്തില്ല. അത് രണ്ടാമത്തെ ട്രേഡ് ആണെങ്കിൽ ഒരു 3 മിനിറ്റ് എടുക്കാമായിരുന്നു, അല്ല വേണമെങ്കിൽ ആദ്യത്തെ എടുക്കാമായിരുന്നു. ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബാഡ് എൻട്രീസ്. വീണ്ടും ഇതിലെടുക്കാൻ തോന്നുന്നു, പക്ഷേ അത് ബാഡ് എൻട്രി ആണല്ലോ. ഒറ്റ ട്രേഡ് എടുത്താൽ മതിയായിരുന്നു. ഇവിടെ എങ്ങനെ റെസിസ്റ്റൻസ് ഉണ്ടാവും? അവിടെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. കഴിഞ്ഞ ലോസ് കവർ ചെയ്യാനും ഒന്ന് പ്രോഫിറ്റിലാവാനും ഇവിടെ ഒരു 3 ട്രേഡ് എടുത്തു. ഇത് ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ സെഷൻ ലോസിലായി. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ടൈം കഴിഞ്ഞിട്ടോ.
റിവഞ്ച് ആക്റ്റീവായി. റിവഞ്ച് ആക്റ്റീവായതാട്ടോ, ഫുൾ അടിച്ചു പോയി. മയിര് ഒരു കാര്യം ഉണ്ടായില്ല, പ്രോഫിറ്റിലായിരുന്നു. പൂട്ടിലങ്ങാടി എന്തുപോലെ എന്നാൽ ഒരു 3 മിനിറ്റോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ പൂട്ടിലങ്ങാടി ഇത്ര നേരം പ്രോഫിറ്റിൽ നിന്നിട്ട് നശിപ്പിച്ചു കളഞ്ഞു. പൊലയാടി ഫക്കിങ് ഇഡിയറ്റ്. പൂട്ടിലങ്ങാടി കൊണ്ട് അങ്ങനെ പണി വെക്കുന്ന ഒരു ഡിമോഷൻ നശിപ്പിക്കാനായിട്ട് വന്ന ഉണ്ടായ തന്തപ്പടി പണി ഉണ്ടായതല്ല, തൂറി ഉണ്ടായതല്ല. മയിലിന് കുണ്ണെ പൊലയാടി മോനെ, മയില് തെണ്ടി പൂട്ടിലങ്ങാടി എൻ്റെ അമ്മ പണ്ണട പോയി കുണ്ണെ. നിമിഷം നേരം കൊണ്ട് കളഞ്ഞു. ഇത്ര നേരം പ്രോഫിറ്റായിട്ട്